ഈ കാലഘട്ടത്തിനനുസരിച്ച് തീർത്തും സമകാലിക ശൈലിയിൽ പണിതീർത്ത ഒരു സ്വപ്ന ഭവനത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആർക്കിടെക്ട് പ്രസീത. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അനന്തര എന്നു പേരുള്ള ഈ ഒരു സ്വപ്ന ഭവനത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിനടുത്ത് വടക്കന്തറയിലാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗോപകുമാർ ആൻഡ് ഫാമിലിയുടെ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 16 സെന്റ് പ്ലോട്ടിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്യുവർ കണ്ടംപററി സ്റ്റൈൽ, മിനിമൽ, മോഡേൺ ആൻഡ് ഫങ്ഷണൽ സ്പേസിനോടൊപ്പം നാച്ചുറൽ കളർ പാലറ്റ്, ഹൈലൈറ്റിംഗ് വിത്ത് HPL, SS ആൻഡ് ഗ്ലാസ് ഹാൻഡ് റെയിൽ, അതുപോലെ തന്നെ പെർഗോള ഡിസൈൻ, ലോ ലെവൽ ടെറസോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആൻഡ് കോമ്പൗണ്ട് വാൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്യുവർലി കണ്ടംപററി സ്റ്റൈലിനെ മാച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോർട്ട്യാർഡ് ഏരിയയിലേക്ക് ബാംഗ്ലൂർ സ്റ്റോൺ, ദെൻ കാർ പോർച്ച് ഏരിയയിലേക്ക് ടൈല്, പാവിംഗ് സ്റ്റോൺ 2 സൈഡിലായിട്ട് പാക്ഡ് ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ MS വിത്ത് HPL ആണ് ഗേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 5 മീറ്റർ വൈഡ് വരുന്ന ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ വിക്കറ്റ് ഗേറ്റ് വരുന്നുണ്ട്. അനന്തരയുടെ സിറ്റ് ഔട്ട് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. കുറച്ച് വൈഡായി ഒരു സൈഡിലോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ റാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് 2 സ്റ്റെപ്പ്, ഹൈലൈറ്റിംഗ് വിത്ത് സ്ട്രിപ്പ് ലൈറ്റ്, ദെൻ ബോർഡർ ഡിസൈനായിട്ട് മാർബിൾ ടച്ച് വരുന്ന ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മേലെ പെർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഡബിൾ ഡോറായിട്ട്, അതേപോലെ ടീക്വുഡ് വിത്ത് പോളിഷ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിൽക്കി മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ പ്രത്യേക റിക്വയർമെൻ്റ് ആയിരുന്നു മെയിൻ ഡോറിനെ ഹിൻട്രൻസ് ചെയ്യാത്ത രീതിയിൽ സ്ലൈഡിംഗ് ആയിട്ടുള്ള മോസ്കിറ്റോ മെഷ് വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള രീതിയിലുള്ള മോസ്കിറ്റോ മെഷ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇത് അലൂമിനിയം ഫ്രെയിമാണ്. അലൂമിനിയം ഫ്രെയിം വിത്ത് പോളിത്തീൻ ഷീറ്റ് വരുന്ന ഒരു മോസ്കിറ്റോ മെഷാണ് ഇത് വരുന്നത്. കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. അതേപോലെ നമുക്ക് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിന് ഒരു ഇൻട്രൻസ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു മോസ്കിറ്റോ മെഷ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അനന്തരയുടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഫോയർ സ്പേസിലേക്കാണ്. അപ്പോൾ ഫോയർ സ്പേസിൻ്റെ സൈഡിലായിട്ടാണ് ഷൂ റാക്ക് കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓപ്പൺ പാനലിംഗ് 2 സൈഡിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഫോർ ലിവിംഗ് റൂം, 1 ഫോർ ഡൈനിങ് സ്പേസ്. ലിവിംഗ് സ്പേസിൻ്റെ ഓപ്പണിംഗ് ഇതേ രീതിയിൽ ഒരു പാനൽ കൊടുത്തിട്ടാണ് എൻട്രൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. മൊത്തം ഒരു ഇൻറ്റീരിയറിൻ്റെ തീം നമ്മൾ ചെയ്തിരിക്കുന്നത് പ്യുവർ കണ്ടംപററി സ്റ്റൈൽ വിത്ത് ന്യൂട്രൽ കളർ പാറ്റേണിലാണ്. TV യൂണിറ്റിൻ്റെ മേലെയായിട്ട് ടെക്സ്ചർ ഡിസൈൻ വരുന്ന വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. പെൽമെറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്. ദെൻ ആ പെൽമെറ്റിലാണ് AC പാനലിംഗ് ചെയ്തിരിക്കുന്നത്. സോഫ, സെൻറ്റർ ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഹെവി സെൻറ്റർ ടേബിൾ ആണെങ്കിലും ഇതിൽ യൂട്ടിലിറ്റി നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതേപോലെ സോഫ സീറ്റിംഗ് ഇതേ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസിന് കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇതേപോലെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഇതേപോലെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു വീടിൻ്റെ പ്ലാനിങ് എടുത്തു കഴിഞ്ഞാൽ കോർ ഓഫ് ദ സ്പേസ് ഉണ്ടാവും. ആ ഒരു കോർ ഓഫ് ദ സ്പേസിൽ നിന്നാണ് നമുക്ക് ബാലൻസ് വരുന്ന ഓപ്പണിങ്സ് എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അനന്തര എന്ന് പറയുന്ന ഈ ഒരു വീടിൻ്റെ കോർ ഓഫ് ദ സ്പേസ് എന്ന് പറയുന്നത് ഡൈനിങ് സ്പേസ് ആണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് 5 ഓപ്പണിങ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1 ഓഫ് ദ ഓപ്പണിംഗ് ഫോർ സ്റ്റെയർ കേസ്, ദെൻ 2 ബെഡ്റൂംസ്, ടോയ്ലറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പൂജ ഏരിയ വരുന്നുണ്ട്, കിച്ചൺ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കളർ തീം ടോട്ടൽ ഒരു കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. 6 സീറ്റർ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അതേപോലെ തന്നെ ഈ ഒരു ഏരിയ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഒരു ഓപ്പണിംഗ് ഏരിയ ആണ് ഇത്. ഇതേപോലെ തന്നെ ഒരു സോഫ സീറ്റിംഗ് കൊടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഒരു എൻട്രൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെയാണ് ആക്ച്വലി DB വരുന്നത്. DB സ്പേസ് ഇതേപോലെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിയേറ്റീവ് യൂണിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു CNC ഡിസൈൻ പാറ്റേണിൽ ഈ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു DB സ്പേസ് ആണെന്ന് നമുക്ക് തോന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് വരുന്ന ഒരു പാൻട്രി യൂണിറ്റ് ആണ്. അപ്പോൾ പാൻട്രി യൂണിറ്റ് ഫസ്റ്റ് മുതലേ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. ആക്ച്വലി സാധാരണ ഡൈനിങ് ഏരിയയിൽ ഇതേപോലെ ഒരു പാൻട്രി യൂണിറ്റ് നമ്മൾ കൊടുക്കാറില്ല. ക്ലയൻറ്റ് സ്പെഷ്യൽ റിക്വയർമെൻ്റ് ആയത് കാരണം കൊണ്ടാണ് പാൻട്രി യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറോ എന്തെങ്കിലും വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ ആയിട്ടുള്ളൊരു പൂജ യൂണിറ്റ് വരുന്നത്. അപ്പോൾ പൂജ യൂണിറ്റ് ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നാച്ചുറൽ ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അത് കട്ട് ചെയ്തിട്ടൊരു ഡിസൈൻ വിത്ത് ഒരു വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു പൂജ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ വാൾ ഡെക്കർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റൈലിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഈ ഒരു ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു വിൻഡോ സ്പേസ് ആണ്. അപ്പോൾ വിൻഡോ സ്പേസ് നമുക്ക് ഒരു പൂജയുടെ തീമിലാണ് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു കേർട്ടൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലൈൻഡ്സ് ആയിട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കോമൺ ഏരിയയുടെ ഫ്ലോറിംഗ് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലാബ് സൈസ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലോസി ഫിനിഷ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ന്യൂട്രൽ കളർ തീം കൂടി ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലക്ഷറി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ മെയിൻ എൻട്രി ആയിട്ടാണ് ഇവിടുത്തെ ഷോ കിച്ചൻ്റെ ഓപ്പണിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു പാനലിംഗ് കൊടുത്തിട്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷോ കിച്ചൺ. ഷോ കിച്ചൺ ചെയ്തിരിക്കുന്നത് നമ്മളൊരു കളർ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ബേജ് തീമിലാണ്. അപ്പോൾ ഇതേപോലെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഫുൾ ഈ ഒരു ടൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 mm തിക്നെസ് വരുന്ന ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ കട്ട് പാറ്റേണിലാണ് ഇതിൻ്റെ എഡ്ജെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം കണ്ടംപററി സ്റ്റൈലിനോട് മാച്ച് ചെയ്യുന്നതാണ് ഈ സ്ക്വയർ കട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. കിച്ചണെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഫുൾ എക്യുപ്ഡ് മോഡുലാർ കിച്ചണായിട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂട്ടിലിറ്റി എല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ടാൻഡം ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3 ടാൻഡം ഡ്രോവേഴ്സ്, ദെൻ ഓയിൽ പുൾ ഔട്ട്, സ്പൈസ് പുൾ ഔട്ട്, ഇതെല്ലാം സ്പൈസ് പുൾ ഔട്ടാണ്. അതേപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹോബ് ആൻഡ് ഹുഡ്. ദെൻ ഈ ഒരു നമ്മുടെ കബോർഡ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ തീമിന് കൗണ്ടർ ടോപ്പിന് മാച്ച് ചെയ്തിട്ട് ഇതേപോലൊരു ടൈൽ പാറ്റേൺ വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഷോ കിച്ചണിൽ നമ്മുടെ യൂട്ടിലിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ നമ്മൾ സിങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിങ്ക് ബ്രാൻഡഡ് ആണ്, ഹെറ്റിക്കിൻ്റെയാണ് സിങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പല വീടുകളിലും നമുക്ക് ഒരു മിസ്റ്റേക്ക് വരുന്നത് ഈ സിങ്ക് സെറ്റ് ചെയ്യും. ഫസ്റ്റ് സിങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് വരുന്നത് ഒന്നുമില്ലെങ്കിൽ സിങ്കിനോട് ചേർന്നിട്ടായിരിക്കും. അപ്പോൾ സിങ്കിനോട് ചേർന്നിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്ലീൻ ചെയ്യുന്ന വെള്ളമെല്ലാം മേലേക്ക് കയറി നിൽക്കും. അത് നമുക്ക് വൈപ്പ് ചെയ്യാൻ പറ്റില്ല. അത് താഴത്തെ കൂടെ സൈഡിലൂടെ ഒലിച്ചിറങ്ങി നമ്മുടെ ഫ്ലോറിൽ വീഴും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സിങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഈ ഒരു സ്പേസിൽ നമ്മളിങ്ങനെ കൗണ്ടർ കട്ട് ചെയ്ത് ഇതേപോലെ നോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിൽ ആ വേസ്റ്റ് വാട്ടർ വീഴും. അപ്പോൾ ഇവിടുത്തെ സിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ വോൾ സിങ്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലോർ മൗണ്ടഡ് ആയിട്ടാണ് പൊസറ്റ് വരുന്നത്. നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൊസറ്റായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ലിക്വിഡ് ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റ് ഗ്രൈൻഡർ കൊടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് ഗ്രൈൻഡറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് മിനിമൈസ് ചെയ്തിട്ടുള്ള വേസ്റ്റ് ബിന്നാണ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ കറൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലാണ് നമ്മളിവിടെ ക്രഷ് ചെയ്ത് പോകുന്ന ടൈപ്പ് മെഷീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 0.9 HP ഐ തിങ്ക്. അപ്പോൾ ഈ ഒരു സിങ്കിനോട് ചേർന്നിട്ടാണ് കൗണ്ടർ ടോപ്പ് ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് മെഷീനും അതേപോലെ തന്നെ ഡിഷ് വാഷറും കൊടുത്തിരിക്കുന്നത്.
ഓപ്പൺ ആയിട്ടാണ് ഇവിടുത്തെ വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പൺ ബോക്സ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഈ ഒരു പുള്ളപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സിറ്റ് ഡോർ കിച്ചണിൻ്റെ വരുന്നത്. നമ്മുടെ എല്ലാ ഓപ്പണിങ്സിലും, അതായത് മെയിൻ ഡോറ്, വിൻഡോസ് ഓപ്പണിങ്സിലെല്ലാം തന്നെ ഈ ഒരു മോസ്കിറ്റോ മെഷ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം സ്ലൈഡിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രെയിമിനോട് ചേർന്ന് വരുന്ന കളർ തീമിലാണ് ആ ഒരു മോസ്കിറ്റോ മെഷിൻ്റെ ഫ്രെയിം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോ കിച്ചനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്റ്റോർ റൂം വരുന്നത്. സ്റ്റോർ റൂമിൻ്റെ ഈ ഒരു ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് UPVC ബ്രാൻഡഡ് UPVC ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾ വിൻഡോസ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് UPVCയിലാണ്. നമ്മുടെ കളർ തീം ഒരു വൈറ്റ് പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ഡോസ് മാത്രമാണ് നമ്മളൊരു വുഡൻ പാറ്റേണിൽ പോയിട്ടുള്ളൂ. ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പാരൻസ് ബെഡ്റൂം വരുന്നത്. പാരൻസ് ബെഡ്റൂമിൻ്റെ ഈ ഒരു ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഫ്ലഷ് ഡോസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇൻറ്റീരിയർ ഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഫ്ലഷ് ഡോസ് ആയിട്ടാണ്. അപ്പോൾ ഫ്ലഷ് ഡോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രെയിംസ് എല്ലാം WPC ആയിരിക്കും. അത് റോ WPC മെറ്റീരിയൽ എന്ന് പറയുന്നത് വൈറ്റ് ഫിനിഷ്ഡാണ് വരിക. അപ്പോൾ നമ്മൾ ഇതേപോലെ പുട്ടിയിട്ട് PU പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ തീമിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡോസ് അതേപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ ഡോസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 mm ആണ്, 5 cm ആണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു പാനലിംഗ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഫുൾ തീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാമിനേഷൻ എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സ്ട്രോങ് ആണ്. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട് സ്ട്രോങ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡോറും ചെയ്തിരിക്കുന്നത് WPC പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ലാമിനേഷൻ പ്രസ് ചെയ്തിട്ടാണ് ഇതേപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മളൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലോക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റിയിലോ അതേപോലെ തന്നെ നമുക്ക് ഡെപ്തിലോ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ ഇതേപോലുള്ള ഫ്ലഷ് ഡോസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബെഡ്റൂം സ്പേസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് ഫ്ലോർ ടൈൽ കൊടുത്തിരിക്കുന്നത്. ഇതും സ്ലാബ് സൈസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫുൾ ആ ഒരു കണ്ടംപററി സ്റ്റൈലിനെ മാച്ച് ചെയ്തിട്ട് തന്നെയാണ് ബെഡ്റൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിങ് സൈസ് കോട്ട്, സൈഡ് ടേബിൾ, 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കോട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നമ്മൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. വേറൊരു സൈഡിൽ ഈ ഒരു വാൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ ഡിസൈനിലാണ്. ദെൻ സ്ലൈഡിങ് വാൾഡ്രോപ്പാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് വാൾഡ്രോപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ മിറർ യൂണിറ്റ് വരുന്നത്. മിറർ യൂണിറ്റ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് പാനലിംഗ് വിത്ത് ഗ്രൂ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് എല്ലാം ഡ്രോവേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതൊരു സ്റ്റഡി ലെഡ്ജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റഡി ലെഡ്ജ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ അടിയിൽ നമ്മളൊരു ഡ്രോവേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഹിൻഡ്രൻസ് വരും. നമ്മൾ ഇരിക്കുന്ന സമയത്ത് കാലൊക്കെ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ലുക്കിംഗ് ലക്ഷറി. അപ്പോൾ നമുക്ക് വൈഡ് ആയിട്ടുള്ളൊരു വിൻഡോ വരുന്നുണ്ട് ഫോർ നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. ഇതിങ്ങനെ ഒരു പെൽമെറ്റ് പാനലിംഗ് കൊടുത്തിട്ട് കേർട്ടൻ ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഡോസ് ആൾസോ ഫ്ലഷ് ഡോസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടുത്തെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ കളർ തീമും നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കളർ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. വൺ സൈഡ് വാൾ നമ്മൾ ഡാർക്ക് തീമിലും ഒരു സൈഡ് വാൾ ലൈറ്റ് തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഗ്ലാസിൻ്റെ ഡോസ് എല്ലാം കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു യൂണിറ്റ് WPCയുടെ യൂണിറ്റ് ചെയ്ത് നമ്മൾ മൗണ്ടഡ് ആണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ മൗണ്ടഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ലൈറ്റിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ലൈറ്റുകളെല്ലാം COBs ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കോവ് ലൈറ്റായിട്ട്. അതേപോലെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ മെയിൻ ഏരിയാസിലെല്ലാം നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളത് പ്രൊഫൈലിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ജിപ്സം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അലൂമിനിയം പ്രൊഫൈൽ അത് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സിൽ കിട്ടും. നമുക്ക് 12 mm തൊട്ടിട്ട് 20 to 30 mm വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ 17 mm പ്രൊഫൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 1 മീറ്ററിന് 240 LED വരുന്ന പ്രൊഫൈൽ ലൈറ്റ്സ് ന്യൂട്രൽ വൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഒരു ലൈറ്റ് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കിട്ടും. നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റ് ഡിസൈൻസ് വരുന്നുണ്ട്. പോയിന്റ് ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന ഒരു ലൈറ്റ്, അതേപോലെ തന്നെ ഫ്ലോറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ലൈറ്റ്, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ
ഇൻറ്റീരിയറിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷറി നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്നതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കുറച്ച് ഒരു വൈഡായിട്ടുള്ളൊരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തീമും നമ്മുടെ ആ ഒരു സ്റ്റൈലിനോട് മാച്ച് ചെയ്തിട്ടുള്ളൊരു തീം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സൈഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. ആ പാനലിങ് കറക്റ്റ് നമ്മുടെ എക്സ്റ്റീരിയറിന് സ്യൂട്ടായിട്ടുള്ളൊരു തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചെറിയൊരു കുഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാരി ഇരുന്നിട്ട് എന്തെങ്കിലും വായിക്കാനാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലൊരു കുഷനാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. അതിങ്ങനെ ഒരു പാനലിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ 2 ഡ്രോബോസോട് കൂടിയിട്ടുള്ള ജസ്റ്റ് ഒരു ടേബിളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബുക്ക് ഷെൽഫാണ്. അപ്പോൾ സെൻറ്ററിൽ ഇതേപോലെ ഒരു ഓപ്പണിങ്ങും 2 സൈഡിൽ ഇതേപോലെ ഒരു ഷട്ടർ ഡിസൈനിലുള്ള ബുക്ക് ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് അവിടെ വിൻഡോ കൊടുത്തിരിക്കുന്നത്. കുറച്ച് വൈഡായിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ പെൽമെറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കോട്ടിലും നമ്മൾ എക്സ്ട്രാ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫോർ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് റൂം വരുന്നത്. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാക്കിംഗ് ക്ലോസറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ആൻഡ് എസ്തെറ്റിക് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് ഗ്ലാസ് ആയത് കാരണം കൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ ചെയ്യാം. ടിൻഡർ ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ പ്ലെയിൻ ടഫൻഡ് ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റ് കുറച്ചുകൂടി ക്വാളിറ്റി നോക്കുന്നത് കാരണം കൊണ്ട് അതായത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പൊട്ടരുത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവിടെ ടഫൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടഫൺ ക്ലിയർ ഗ്ലാസ് ചെയ്തത് കാരണം കൊണ്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന ഈ ഒരു ലാമിനേഷൻ മൊത്തം ഡിസൈനർ ലാമിനേഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ സ്റ്റോറേജ് ഇതേ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആയിട്ട് തന്നെയാണ് ഇവിടെ ലോഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു മിറർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ടോയ്ലറ്റ് കുറച്ച് വൈഡായിട്ടുള്ളൊരു ടോയ്ലറ്റ്, നല്ല സ്പേസ് ഉണ്ട് ടോയ്ലറ്റിന്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്ലൈഡിംഗ് ആണ് ഇവിടുത്തെ ഈ ഒരു ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. 2 കളർ തീമിലാണ് ഇവിടുത്തെ ടൈല് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന ഒരു ഗ്ലോസി ടൈലാണ്, ഹൈലൈറ്റഡ് ടൈലായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ക്ലയൻറ്റ് ഭയങ്കര പ്രൊഫഷണൽ ആയത് കാരണം കൊണ്ട് ആദ്യം ആൾ ലക്ഷറി കൺസൾട്ടിങ് പാക്കേജ് എടുത്തു. എൻ്റെ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്സ്, എസ്റ്റിമേഷൻ, പ്രസൻറ്റേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫയലാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് സൈഡിൽ നിന്നോ നമ്മുടെ സൈഡിൽ നിന്നോ യാതൊരുവിധ വറീസിനുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതേപോലെ ഡൗട്ട്സ് ഒരു കാര്യം, അതായത് പൊളിക്കൽ കെട്ടൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എക്സ്ട്രീംലി ക്ലയൻറ്റ് ഹാപ്പിയാണ്, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഹാപ്പിയാണ്. നമുക്ക് എവിടെയും ഡൗട്ട് വന്നിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നില്ല. നമ്മളിതെല്ലാം പഠിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ഡിസൈനിങ് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏതൊരു ഏരിയയും നമുക്ക് കോർണേഴ്സ് എല്ലാം നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസ് എന്ന് വരുന്നത് ഇതേപോലുള്ളൊരു കോമൺ ടോയ്ലറ്റ് ആണ്. കോമൺ ടോയ്ലറ്റ് ആയത് കാരണം കൊണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ വാഷ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വീട്ടിലും ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ടാവും. ചില ഏരിയാസിൽ നമുക്ക് ഇതേപോലെ ഒരു കോർണറായിട്ട് ഈ ഒരു വാഷ് ബേസിന് കൊടുക്കാൻ പറ്റില്ല. ഈ വീടിൻ്റെ കറക്റ്റ് സ്പേസ് ആയിട്ടാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോർണർ സ്പേസിൽ നമ്മൾ ഇതേപോലെ കോമൺ ആയിട്ടുള്ള വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ, അതിൻ്റെ ലൈറ്റ്, അതേപോലെ തന്നെ ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. ഇപ്പോൾ കോമൺ ടോയ്ലറ്റിൽ ഇതേപോലെ നമ്മളൊരു കമോഡ് കൊടുത്തിട്ടുണ്ട്. യൂറിനൽസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിൻഡോസിലല്ല, വെന്റിലേറ്റേഴ്സിൽ അടക്കം നമ്മൾ മോസ്കിറ്റോ മെഷ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൊഫിറ്റ് ഏരിയ 1 സൈഡ് യൂണിറ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് യൂണിറ്റായിട്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവിടുത്തെ ഇൻവെർട്ടർ, ആ സിസ്റ്റംസ് എല്ലാം വരുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടംപററി സ്റ്റൈലിന് കുറച്ച് ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടച്ച് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഫിനിഷിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഈ ഹാൻഡ് റെയിലിൻ്റെ ഫിനിഷിംഗ് വുഡൻ തീം വരുന്ന സമയത്ത് ഈ ഒരു തീമിന് മാച്ചായിട്ടൊരു സിൽക്കി മാറ്റ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഗ്ലോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോർ ഡിസൈനെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു മാറ്റ് ഫിനിഷിൽ സിൽക്കി മാറ്റ് ഫിനിഷിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ കാർവിങ് ചെയ്തിട്ട് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്റ്റെപ്പ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെൻസറായിട്ടും കൊടുക്കാം. അത് സെൻസറായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലൈഫ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചില സെൻസേഴ്സിന് 3 to 4 years ലൈഫ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഓൺ ഓഫ് ഫംഗ്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓൺ ചെയ്തിടാം, ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. സെൻസർ ആകുമ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിക്കോളും. സ്റ്റെയർ കേസ് ഏരിയയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ വലിയ 2 വിൻഡോസാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു കണ്ടംപററി സ്റ്റൈലിന് മാച്ചായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ബുദ്ധാസിൻ്റെ പിക്ചർ വരുന്ന ബ്ലൈൻഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ടൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമൺ ഏരിയയുടെ ടൈലാണ് റൈസറായിട്ടും വേറെ ഒരു കളർ തീമിൽ, അതായത് ഗ്രേ കളർ ടൈല് വരുന്നത് നമ്മൾ ത്രെഡായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റെയർ കേസിന് നേരെ വരുന്നത് അപ്പർ ലിവിങ് ആണ്. അപ്പർ ലിവിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു 3 seater സോഫ ഇട്ടിട്ടുണ്ട്. ഇത് ബാൽക്കണിക്ക് വരുന്ന ഡോറാണ്. ഒരു 2 സൈഡിൽ 2 വിൻഡോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് ഇവിടുത്തെ ബാർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാർ യൂണിറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഹൈറ്റിനെക്കാട്ടും ഒരു പൊടിക്ക് നമ്മൾ ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നതാണ്, നമ്മൾ ഈ ഒരു ഫുൾ ബോഡി ടൈൽ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഡബിൾ നോസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫിനിഷിങ് പൂർണ്ണമായിട്ട് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡബിൾ നോസിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലുള്ളൊരു ഹെയർ ലൈൻ നമുക്കൊരു ജോയിൻ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യും. സിംഗിൾ നോസിങ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല, ബട്ട് അത് ടിപ്പിക്കലാണ്. നമ്മൾ പണ്ടത്തെ കാലത്തെ വീടുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ റൗണ്ട് നോസിങ് ചെയ്യും. സാധാരണ സ്ക്വയർ കട്ട് നോസിങ് ആണ് കുറച്ചുകൂടി കണ്ടംപററി സ്റ്റൈലുകൾക്ക് കുറച്ചുകൂടി യോജിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു TV യൂണിറ്റ് ലെഡ്ജായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കീപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഫുള്ള് ഒരു യൂണിറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂണിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് തീമിലാണ് നമ്മൾ ഇവിടുത്തെ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഫ്രെയിം ചെയ്തിരിക്കുന്നത് അലൂമിനിയം വിത്ത് ടിൻഡർ ഗ്ലാസ് ആണ്. 5 mm തിക്നെസ്സാണ് ടിൻഡർ ഗ്ലാസ്സിന് വരുന്നത്. ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, തട്ടിക്കഴിഞ്ഞാലോ മുട്ടിക്കഴിഞ്ഞാലോ പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നുള്ളത്. 5 mm തിക്നെസ് വരുന്നത് കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു ക്വാളിറ്റി ഈ ഒരു യൂണിറ്റിനുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് എന്നാണ് 4 ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം, ബാൽക്കണി ആൻഡ് ഹോം തിയേറ്റർ. അപ്പോൾ നമുക്ക് അപ്പർ ലിവിങ്ങിൽ വരുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം, അതേപോലെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. നമ്മുടെ ഈ ഒരു ഡോറിനെല്ലാം ഒരേ തീമിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 4 ബെഡ്റൂമിൻ്റെ ടൈലും കോമൺ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെയിം ക്യൂൻ സൈസ് കോട്ട്, അതേപോലെ തന്നെ ഹെഡ് പാനിൽ ഇതേ രീതിയിൽ കുറച്ച് ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് ഇതേ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ കോലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സ്ലൈഡിങ് വാൾഡ്രോപ്പായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ടാണ് TV കം സ്റ്റഡി യൂണിറ്റ് ആയിട്ട് വരുന്നത്. വിൻഡോ പെൽമെറ്റ് പാനലിംഗ്, നമ്മുടെ ലൈറ്റ് ഡിസൈൻ, അതേപോലെ COB ഡിസൈൻ ഈ ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. അതേപോലെ തന്നെ ടോയ്ലറ്റ് സെയിം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അതേ പ്ലാൻ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബട്ട് ടൈലുകളെല്ലാം എല്ലാ ടോയ്ലറ്റിൻ്റെ ടൈലും നമ്മൾ ഡിഫറെൻറ്റ് ടൈലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ആ ഒരു കളർ പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ലൈറ്റ് ഗ്രേ കളർ വിത്ത് അതിൻ്റെ ഹൈലൈറ്റർ കോംബോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. ഈ സ്ലൈഡിങ് വാർഡ്രോബ് എല്ലാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ചാനലിൻ്റെ കാര്യമാണ്. അതായത് ചാനൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ഈ ഒരു ഡോറിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഈ ചാനൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെർക്കിങ് വരും. അതേപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഒരു ഗ്യാപ്പ് മോർ ദാൻ
2 സെൻറ്റിമീറ്ററിൽ കൂടുതലാവാൻ പാടില്ല. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു മിനിമൽ ആ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് സ്റ്റാൻഡർഡൈസ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡസ്റ്റ് പോകും, അതേപോലെ തന്നെ നമുക്ക് പല്ലി പാറ്റ സാധനങ്ങളെല്ലാം ഇൻസൈഡിൽ പോകാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. നെക്സ്റ്റ് നമുക്ക് ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് അടുത്ത ബെഡ്റൂം വരുന്നത് ഇവിടുത്തെ ബോയ് ബെഡ്റൂമാണ്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ ഒരു സ്പേസ് പ്ലാൻ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മൾ ആ ഒരു തീം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു വിൻഡോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക, ബട്ട് അതൊരു ബാൽക്കണി സ്പേസ് ആയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി സ്പേസ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പ്രൈവസി ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടഫൻ ഗ്ലാസ് അതേപോലെ തന്നെ UPVC ഫ്രെയിംഡ് ആയിട്ടാണ് നമ്മളിവിടെ ഡോസ് ചെയ്തിരിക്കുന്നത്. കിങ് സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾ, അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു TV യൂണിറ്റ് വിത്ത് പാനലിംഗ് കോവ് ലൈറ്റ്, അതിൻ്റെ ഡ്രോവേഴ്സായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബുക്ക് ഷെൽഫ് സെയിം ആസ് യൂഷ്വൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള അതേ ഒരു സ്പേസ് പ്ലാനും ഫർണിച്ചർ അലൈം ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഒരു വൈഡായിട്ടുള്ളൊരു വിൻഡോ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. അത് യൂണിറ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം 2 വാൾഡ്രോപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ട് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ കളറ് കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡിൽ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന ടോയ്ലറ്റാണ്. 2 പാറ്റേണിലാണ് ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ ടൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. ഈ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ സ്പേസ് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഓപ്പണിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹോം തിയേറ്റർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആസ് ഓഫ് നൗ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്പേസ് അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബട്ട് നമ്മൾ ആ ഒരു ഡിസൈൻസ് എല്ലാം കൊടുത്തത് കാരണം കൊണ്ട് ഈ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ഒരു പാൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ CNC ഡിസൈനിൽ വരുന്ന ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ തീം എല്ലാം അതേപോലെ തന്നെയാണ് പെയിൻറ്റിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഹോം തിയേറ്റർ മാത്രമാണ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ബാൽക്കണിക്കുള്ള എൻട്രിയാണ്. അപ്പർ ബാൽക്കണിയുടെ ആ ഒരു മെയിൻ ഡോറിൻ്റെ ഡിസൈൻസ് തന്നെയാണ് നമ്മൾ ഈ അപ്പർ ബാൽക്കണി ഡോറിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു സ്ലൈഡിങ് മോസ്കിറ്റോ മെഷ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാറ്റേണിൽ വരുന്ന ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹാൻഡ് റെയിൽ SS വിത്ത് ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ എക്സ്റ്റീരിയറിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ഓപ്പൺ ടെറസായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി സ്പേസിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഓപ്പൺ പാഷ്യോ ഇതേ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഏരിയ വരുന്നത് കാരണം കൊണ്ട് അത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ MS പർഗോള വിത്ത് ടഫൺ ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ കറക്റ്റായിട്ട് ഗസ്റ്റ് വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ലോ ലെവൽ ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത്. ആ ഒരു പർഗോള നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെയാണ്. ഇതേപോലെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി റെയിൻ വരുന്ന സമയത്ത് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെള്ളം അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ഗ്ലാസ് ചെയ്ത് സിലിക്കോൺ വർക്ക് ചെയ്ത് എൻഡ് ചെയ്തിരിക്കുന്നത്. അനന്തര എന്ന ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.